ആശാവർക്കർമാരുടെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനെന്ന പേരിൽ മന്ത്രി വീണ ജോർജ് ദില്ലിയിലെത്തിയത് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക്. ആശാവർക്കർമാരുടെ കാര്യത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ലാത്ത കൂടിക്കാഴ്ചയ്ക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി ഇനിയും സമയം നൽകിയിട്ടില്ല. കേരളത്തിന് അധിക തുക നൽകിയിട്ടുണ്ടെന്ന കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അവകാശവാദം സംബന്ധിച്ച ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ വീണ ജോർജ് കണക്കുകൾ നിയമസഭയിൽ വെച്ചിട്ടുണ്ടെന്നും ന്യായീകരിച്ചു. ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ധരിപ്പിക്കാൻ പോകുന്നുവെന്ന പേരിലാണ് മന്ത്രി വീണ ജോർജ് ദില്ലിയിലെത്തിയത്. എന്നാൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്കായി നേരത്തെ ഒരു അപേക്ഷയും നൽകിയിരുന്നില്ല. രാജ്യസഭാ നേതാവ് കൂടിയായ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ പാർലമെന്റ് സമ്മേളനത്തിന്റെ തിരക്കിലുമാണ്. സർക്കാർ അറിയിപ്പ് പ്രകാരം വീണ ജോർജിന്റെ ഷെഡ്യൂളിൽ ആകെ നിശ്ചയിച്ച പരിപാടി ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുടെ സംഘവുമായുള്ള കൂടിക്കാഴ്ച മാത്രം. ദില്ലിയിലെത്തിയ ക്യൂബൻ സംഘത്തെ കാണാൻ മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും അബ്ദുറഹ്മാനും വീണയ്ക്കൊപ്പമുണ്ട്. ക്യൂബൻ സംഘവുമായി ആരോഗ്യരംഗത്തെ നൂതന വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി. ഇന്ന് വൈകുന്നേരം ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് ചർച്ചയുണ്ട്. അപ്പോൾ അത് വലിയ ആരോഗ്യ മേഖലയിൽ വലിയ ഒരു മുന്നേറ്റം സാധ്യമാക്കുന്ന ഗവേഷണത്തിലൂടെ ഇപ്പോൾ ലങ് ക്യാൻസർ വാക്സിനൊക്കെ ക്യൂബയുടെ ഉപരോധം നിലനിൽക്കുമ്പോഴും USA അമേരിക്കൻ ഐക്യനാടുകൾ ക്യൂബയിൽ നിന്ന് ഈ ലങ് ക്യാൻസർ വാക്സിൻ അവരുടെ ക്ലിനിക്കൽ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ലഭ്യമാക്കിയ സാഹചര്യമുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനിടയിൽ അവസരം കിട്ടിയാൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓഫീസിൽ നിവേദനം എത്തിച്ച് മടങ്ങാനാണ് പദ്ധതി. ഞാൻ ഇന്ന് തിരിച്ചു പോകും. അതിനുശേഷം അദ്ദേഹത്തിന് ഇന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ ഇന്ന് തിരക്കുള്ള സമയം കൂടിയാണല്ലോ. അദ്ദേഹത്തിന്റെ സമയം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ദിവസം എന്നുള്ളത്.